പള്ളിത്തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണത്തിനിരയാകുന്നുവെന്ന അധ്യാപികയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട അടൂർ സ്വദേശിയായ കോളേജ് അധ്യാപികയാണ് പരാതിക്കാരി. സുജു ടി ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുജു, എന്താണ് ഈ സംഭവത്തിന് ആധാരം? വിനീഷ, മർത്തോമ സഭയിലെ പ്രാദേശിക ഇടവകയിലെ തർക്കമാണ്. സഭയുടെ ഈ ഇടവകയിലെ ആഭ്യന്തര തർക്കമാണ്, അല്ലാതെ സഭയുടെ മുഴുവനായുള്ള തർക്കത്തിലുള്ള വിഷയമല്ല. ഈ ഇടവകയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവതിക്ക് നേരെ വൈദികരുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ, അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടത്ത് രൂക്ഷമായ സൈബർ ആക്രമണം ഈ യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതി അടൂർ പോലീസിനും പിന്നീട് പത്തനംതിട്ട SP-ക്കും പരാതി നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതിയുമായി എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ 7 പേരെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അതിൽ ഒരു വനിത ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂട്യൂബർ ചാനൽ നടത്തിപ്പുകാരനെയും പ്രതി ചേർത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഈ കേസിൽ FIR ഇട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിരുന്നു. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടൂർ പോലീസ് സ്റ്റേഷനിലെ SHO കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം യുവതി മുൻപ് ഉയർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതായത് വർത്തമാന സഭയിൽ ഒരു പ്രാദേശിക ഇടവകയിലെ ഉള്ളിലെ തർക്കം, ആ തർക്കത്തെ തുടർന്നുണ്ടായ ഒരു സൈബർ അറ്റാക്കാണ്. അതിനകത്ത് ഒരു പള്ളിത്തർക്കത്തിൻ്റെ സുഹൃത്തായ വൈദികനുമൊത്ത് പൊതുസ്ഥലത്ത് നിൽക്കുന്ന ചിത്രമാണ് മോശം തരത്തിൽ, അതായത് അതിനെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ ആ ചിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. യുവതി ഈ വിഷയത്തിൽ കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.